അതുകൊണ്ട് മാത്രം ലൈവിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുന്നത്. ഇതേപോലെ ടൈം കിട്ടുമ്പോൾ ഞാൻ ലൈവ് സന്തോഷ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഉച്ച കഴിഞ്ഞുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഈ ലൈവ് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും സുഖാണോ? കണ്ടോ, ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോ ഏതെങ്കിലും ഒന്ന് മറക്കും. മഞ്ഞപ്പൊടി മറന്നു കണ്ടോ? എന്തൊക്കെയായത്? നമ്മൾ ഇത് തന്നെ ആക്കിയിരുന്നാ മറക്കത്തില്ല. നിങ്ങളിവിടെ വർത്താനം കൂടെ പറയുമ്പോഴേ മറന്നു പോകും. കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടാ. ഇതിന് അളവും കാര്യമൊന്നും എനിക്കില്ല കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് സ്പൈസി വേണം അതനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ സ്പൈസി കൂടുതലാണ് എല്ലാവർക്കും കേട്ടാ. ചെറുതിന് മാത്രം, മോക്ക് മാത്രം അത്രയ്ക്ക് എരിവൊന്നും വേണ്ട. മോന് നല്ല എരിവ് വേണം. ചിക്കൻ തന്നെ കോപിക്കും. കുറെ നേരമായാലും ഇവിടെ ഇങ്ങനെ കിടന്ന് പിടിക്കുന്നു. ഓക്കെ, ഇതാ ഇവിടെ ഇരുന്നത്. പിന്നെ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും മറന്നില്ലതല്ലേ, എല്ലാം ഇട്ടല്ല. അതും അവിടെ ഇരിക്കട്ടെ. വെള്ളം ഒന്നും ചേർക്കാതെ ഇത് കുക്കറിലിട്ട് ഒറ്റ വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കാം ഈ ചിക്കൻ. അപ്പൊ ഞാൻ ഫസ്റ്റിലെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുക്കറിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് പുരട്ടി കൊടുക്കാം. പുരട്ടിയ ശേഷം എടുത്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഈ ചിക്കൻ എല്ലാം ഇങ്ങോട്ട് കൊടുക്കുകയാണേ. മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത്. ലാസ്റ്റ് ഞാൻ അതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസാലക്കുട്ടൻ. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ചേർക്കാം കേട്ടോ. ചിക്കൻ മസാല ആണെങ്കിൽ ചിക്കൻ മസാല, ഇത് സാദാ മസാല കേട്ടോ. വെള്ളം ഒന്നും ഒഴിക്കണ്ടേ. മസാല എല്ലാം കൂടെ അതിൽ നന്നായിട്ട് മിക്സാക്കി കുക്കറിൽ ഒറ്റ വിസിലാട്ടാ. കാരണം ഇതെടുത്തിന് നമുക്ക് വറുക്കാനുള്ളതാ. അപ്പൊ ഒരുപാട് വിസിലായിട്ട് ഓരോന്നായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഒറ്റ വിസിൽ മതി. ഒറ്റ വിസിൽ മതി കേട്ടോ. ഒറ്റ വിസിൽ ഇത് വേവട്ടെ. അതാവുന്ന സമയം കൊണ്ടേ റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കാം. റൂമെല്ലാം ക്ലീൻ ആക്കാം കേട്ടോ. അതിന് ഒറ്റ വിസിലാവട്ടെ. അപ്പൊ റൂമെല്ലാം ക്ലീൻ ആക്കിയിട്ട് നമുക്കത് അങ്ങനെ ചിക്കൻ അവിടെ കുക്കറിലാക്കി വിസിലേക്ക് കേട്ടോ. ഒറ്റ വിസിലടിച്ച് ചിക്കൻ അവിടെ വേവിച്ച് വെച്ചേക്കുവാണ്. ഇതൊക്കെ മറക്കാനുള്ള തുണിയാൻ കഴിയുന്നത്. അപ്പൊ അതാവുന്ന സമയം കൊണ്ട് എന്തായാലും ഒറ്റ വിസിലൊക്കെ ഏത് പോയാലും എടുക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം ഞാൻ കരുതി തൂക്കാണ്. തൂക്കണം. ഇവിടെ ഒന്ന് തൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഏറെ കത്തും. ഒരു 10 മിനിറ്റ് വേണം കേട്ടോ അതിൻ്റെ ഏറെ പോകാൻ. നേരം തൂക്കുക. അതിനങ്ങനെ ടേബിളാണ്. ഓരോ തൂത്തെടുക്കട്ടെ. എല്ലാവരും ഇപ്പൊ ചോദിക്കുക കേട്ടാ. എൻ്റെ അടുത്തല്ല, എൻ്റെ ഫ്രണ്ട് വന്ന് പറഞ്ഞായിരുന്നു എന്താ ലൈവിൽ വരാത്തത്, എന്ത് പറ്റി ലൈവ് ഇടാത്തതെന്ന് ചോദിച്ചു. എണീച്ച് ഇടാത്തതെന്ന് ചോദിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ലൈവ് ഇടാത്തത്. കാരണം ഇനി നമുക്ക് വേണ്ടത് വീഡിയോ ആണല്ലോ. അപ്പൊ ടൈം പാസിന് വേണമെങ്കിൽ ലൈവ് ചെറുതായിട്ട് ഇടാം. അപ്പൊ എനിക്ക് ഇങ്ങനെ ഇതേപോലെ ലൈവ് ഇടാൻ തോന്നുമ്പോഴാണ് ഞാൻ ഇതേപോലെ കിട്ടുന്ന സമയം ഓണാക്കി വെക്കുന്നത് കേട്ടോ. ഇപ്പൊ ഏകദേശം ഒരാഴ്ച 2 ആഴ്ച ആയി കാണും കേട്ടോ ലൈവ് ഇട്ടിട്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ലൈവ് എല്ലാവരും കാണുന്നുണ്ട്.
അതേപോലെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക. എൻ്റെ വീഡിയോ കാണുന്നവർ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ കമൻറ്റ് ഇടുന്നവർക്കറിയാം അവരുടെ വീഡിയോ ഞാൻ കാണുന്നത് കേട്ടോ. ആര് കമൻറ്റ് ഇട്ടാലും നിങ്ങളെ വീഡിയോ നിങ്ങൾ കാണുന്നത് പോലെ ഞാനും കണ്ടു തരുന്നതാണേ. ഞാൻ ലൈവിൽ വന്നില്ലെങ്കിലും ഞാൻ മെസ്സേജ് ഇടുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. എല്ലാ ലൈവിലും ഞാനുണ്ട്. എൻ്റെ കമൻറ്റ് എനിക്കൊന്ന് എൻ്റെ ലൈവിൽ 2-3 കമൻറ്റ് ഇട്ടു. എന്താ ലൈവ് ഇടാത്ത, എന്താ കാരണമോ ചോദിച്ചേട്ടാ. അതാ ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണം എനിക്കിന് വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രം ലൈവിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുന്നത്. ഇതേപോലെ ടൈം കിട്ടുമ്പോൾ ഞാൻ ലൈവ് ഇടും, ലൈവിൽ വരും കേട്ടോ. ചിക്കൻ വറുക്കുകയാണെങ്കിൽ പൊട്ടലും ചിക്കനും ചേർക്കാം. ആ അങ്ങനെ കൂടി കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് നേരത്തെ ചിക്കൻ ഫ്രൈ ആക്കി അവിടെ ഇരിക്കുക കേട്ടോ. അത് കണ്ടില്ലല്ലോ, ബാ അത് കാണും. അങ്ങനെ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞ് ഞാൻ ഇവിടെയൊക്കെ ക്ലീനാക്കി, ഇവിടെ ഫുള്ള് പാത്രമൊക്കെ കഴുകി ക്ലീനാക്കിയിട്ടാണ് ഞാൻ പോയത് കേട്ടോ കുളിക്കാൻ. കുളി കഴിഞ്ഞിട്ട് വന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച്. അന്നേരത്തെ ചിക്കൻ കണ്ടോ, ചിക്കൻ വറുത്തത് കണ്ടോ, ഒരു കുഴപ്പവും വന്നിട്ടില്ല. ദേ ഈ രീതിയിൽ വറുത്താൽ നല്ല ഇതാണ് കേട്ടോ, നല്ല ഓക്കെ. നന്നായിട്ട് കുക്കായി. കാരണം കുക്കറി വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വിസിലാണ്, അപ്പോൾ ഒരുപാട് ഉടനെ പോകത്തില്ല. ഇവിടെ ജസ്റ്റ് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റ് കേട്ടോ, എല്ലാം സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.